അപ്പൊ മക്കളെ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? Are you ready? Are you ready? Oh yes. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹനായ നല്ല ഈശോയെ, ഇന്നത്തെ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. 1 വീക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഈശോയെ, നിന്നോടൊപ്പം ബൈബിൾ പഠിച്ചും പാട്ട് പഠിച്ചും കളികളിലൊക്കെ ഏർപ്പെട്ടും നിന്നെ സ്തുതിക്കാനുള്ള ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ഒരു സായാഹ്നത്തില് മറ്റെല്ലാ കൂട്ടുകാരികളെക്കാളും വ്യത്യസ്തരായിട്ട് ഈ ഒരു ബൈബിൾ നഴ്സറിയിൽ വരുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ഈശോ ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കുന്നു. ഞങ്ങൾക്ക് ഇതിനായിട്ട് അവസരമൊരുക്കി തന്ന ഞങ്ങളുടെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഇന്നിവിടെ പഠിക്കുന്ന വചനവും പാട്ടും ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി സ്വീകരിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ കുഞ്ഞുങ്ങളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ച എല്ലാ മാതാപിതാക്കളെയും ഓർത്ത് നന്ദി പറയുന്നു. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നവർക്ക് നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതി കാണിച്ചാൽ മതി, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ അടുത്തിരിക്കുന്ന അനിയന്മാരും അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ, ചേച്ചി ചേട്ടന്മാരുണ്ടെങ്കിൽ പരസ്പരം ഒന്ന് സ്തുതി പറയാം. ഒരു വീട്ടിൽ 2-3 പിള്ളേരുണ്ടെങ്കിൽ പരസ്പരം ഒന്ന് സ്തുതി പറഞ്ഞ്, തൊട്ടടുത്ത് ആരെങ്കിലും പാരന്റ്സ് ആരെങ്കിലും ഇരിക്കണം, തിരിഞ്ഞ് നോക്കി ഒന്ന് സ്തുതി പറഞ്ഞേര്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ട? വചനം പഠിക്കണോ, പാട്ട് പഠിക്കണോ, ആക്ഷൻ സോങ് പഠിക്കണോ? എന്താ വേണ്ടത്? ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ സോങ് പഠിക്കണമെങ്കിൽ ഇങ്ങനെയും, വചനം പഠിക്കണമെങ്കിൽ ഇങ്ങനെയും കാണിക്കണം. ഏതാ വേണ്ടത്? ആദ്യം എന്ത് വേണം? ശരി, വചനം പഠിക്കണമെന്ന് പറഞ്ഞ മിടുക്കികളുമുണ്ട്, ആക്ഷൻ സോങ് പഠിക്കണമെന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം ഡെസ്റ്റർ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് പാട്ട് പഠിക്കാനായിട്ട്. നമുക്ക് എന്തായാലും ചേട്ടനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാം. ചേട്ടൻ നല്ലൊരു പാട്ട് നമ്മളെ പഠിപ്പിക്കും. ആക്ഷൻ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എല്ലാവരും ബൈബിളും പെൻസിലും പേനയൊക്കെ താഴെ എന്ന് വെച്ചിട്ട്, നേരെ സീറ്റിന്റെ അടുത്ത് തന്നെ വെച്ചിട്ട് കൈ കെട്ടി ശ്രദ്ധാപൂർവം അത് കേൾക്കണം, ഒപ്പം പാടണം. ഓക്കെ, ആർ യു റെഡി? യെസ്. ഓക്കെ, ഇവിടെ എത്തിച്ചിട്ട് നമ്മളെ പാട്ട് കൊടുക്കും. ഓക്കെ, ഡെസ്റ്റർ ആന്റണി സ്വാഗതം. താങ്ക് യു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? സന്തോഷമാണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ എൻ്റെ പേര് ഡെക്സ്റ്റർ ആന്റണി നെറോണ എന്നാണ്. ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രം, എൻ്റെ വീട് കായംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പൊ ഞാനൊരു പാട്ട് നിങ്ങളെ പഠിപ്പിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടായിരിക്കാനാണ് സാധ്യത. ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പാട്ട് തന്നെയാണ്. ഐ മീൻ, നിങ്ങളെ അല്ല, കുഞ്ഞുകുട്ടികളെ പഠിപ്പിച്ചിരുന്നു. ശരിക്കും ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ ഫേസസ്. ഞാനൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ലിറിക്സ് പെട്ടെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോങ് ഇങ്ങനെയാണ്: ജീസസ് ലവ് ഇസ് ബബ്ലിംഗ് ഓവർ. നിങ്ങൾക്ക് അറിയാമോ? സോങ് അറിയാമോ? ജീസസ് ലവ് ഇസ് ബബ്ലിംഗ് ഓവർ. എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ എൻ്റെ കൂടെ നിങ്ങൾ പാടുക. നിങ്ങൾ പാടുന്നതിന് കേൾക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റും. വീഡിയോ ഓൺ ആണ്, എനിക്ക് കാണാൻ പറ്റും. പാട്ട് നമുക്ക് പെട്ടെന്നൊന്ന് പഠിക്കാം. പാട്ടിങ്ങനെയാണ്: ജീസസ് ലവ് ഇസ് ബബ്ലിംഗ് ഓവർ, ജീസസ് ലവ് ഇസ് ബബ്ലിംഗ് ഓവർ,
Jesus love is bubbling over. Hallelujah. ഓക്കെ, സോങ് വളരെ സിമ്പിൾ ആണ്, ആകെ 2 ലൈനേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ജീസസ് ലവ് ഇസ് ബബ്ലിംഗ് ഓവർ. ഈശോയുടെ സ്നേഹം നിറഞ്ഞ് തുളുമ്പുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കർത്താവിന് നന്ദി പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിനെ സ്തുതി പറയുന്നു എന്നാണ് ഈ സോങ്ങിന്റെ അർത്ഥം, അല്ലേ? അപ്പൊ നമുക്കൊന്ന് പാടാം. ട്യൂൺ വളരെ സിമ്പിൾ ആണ്. ജീസസ് ലവ് ഇസ് ബബ്ലിംഗ് ഓവർ. ജീസസ് ലവ് ഇസ് ബബ്ലിംഗ് ഓവർ. Jesus love is bubbling over. Hallelujah. Okay, ഒന്ന് പാടാം എല്ലാരും. Okay, ready, 1 2 3 4. Jesus love is bubbling over. Jesus love is bubbling over. Jesus love is bubbling over. Hallelujah. Okay, അപ്പൊ ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും ചെറിയൊരു ആക്ഷൻ ഉണ്ട്. ഞാൻ സിമ്പിൾ ആക്ഷനുകൾ മാത്രമേ ഞാൻ പഠിപ്പിക്കാറുള്ളൂ. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈനും കൂടെ ആയതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ. ബട്ട് ഞാൻ അതുകൊണ്ട് സിമ്പിൾ ആക്ഷൻ ആണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് വൺ, ജീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലേക്ക് കൈകൾ ഉയർത്തും. ജീസസ് ലവ്, ലവ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചത്തേക്ക്. ഓക്കെ, ജീസസ് ലവ് ഇസ് ബബ്ലിംഗ് ഓവർ. ഓക്കെ ഓക്കെ, ഒന്ന് ചെയ്യാമോ? ആക്ഷൻ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, ജീസസ് ലവ് ഇസ് ബബ്ലിംഗ് ഓവർ. ജീസസ് ലവ് ഇസ് ബബ്ലിംഗ് ഓവർ. ജീസസ് ലവ് ഇസ് ബബ്ലിംഗ് ഓവർ. ഹല്ലേലൂയ. പഠിച്ചോ? പഠിച്ചോ? ഇങ്ങനെ കാണിച്ച്. ഓക്കെ, സൂപ്പർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു ചേഞ്ച്. ഓക്കെ, ഇതില് നമ്മൾ ഓരോ വാക്കുകൾ കട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പാടുന്നത്? ജീസസ് ലവ് ഇസ് ബബ്ലിംഗ് ഓവർ. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ പാടുമ്പോൾ ജീസസ് എന്നുള്ളത് മ്യൂട്ടഡ് ആയിരിക്കും. ലവ് ഇസ് ബബ്ലിംഗ് ഓവർ. ഓക്കെ, ജീസസിന് പകരം മ്യൂട്ട്. ലവ് ഇസ് ബബ്ലിംഗ് ഓവർ. അപ്പൊ അവിടെ നമ്മൾ ആ മ്യൂട്ടിന് പകരം നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കും. സൗണ്ട് ഇങ്ങനെയാണ്. നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടുള്ളതായിരിക്കും അല്ലെ ഇങ്ങനത്തെ ശബ്ദം, അല്ലേ? ഓക്കെ, അതാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പൊ love is bubbling over. Love is bubbling over. Love is bubbling over. Hallelujah. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. അടുത്ത ആദ്യത്തത് പക്ഷെ ആക്ഷൻ സെയിം ആണ്. Love is bubbling over. Love is bubbling over. Love is bubbling over. Hallelujah. അടുത്തത് ജീസസ് ലവ്. ലവിന് പകരം നമ്മൾ ഓക്കെ, ആ സൗണ്ട് ഉണ്ടാക്കറിയോ? ഉണ്ടാക്കറിയാമോ? ഓക്കെ, നമുക്ക് ഏത് സൗണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ ഈ ഒരു പാട്ടിന് ഇന്ന് നമ്മൾ ഈ സൗണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ, ബബ്ലിംഗ് ഓവർ. ബബ്ലിംഗ് ഓവർ. ബബ്ലിംഗ് ഓവർ. ഹല്ലേലൂയ. എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും ചെയ്യുന്നുണ്ടോ തോന്നുന്നു. എനിക്ക് എല്ലാവരും കാണാൻ പറ്റുന്നില്ല, കാരണം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഓക്കെ, അടുത്തത് ജീസസിന് പകരം നമ്മൾ പിന്നെ നിങ്ങൾക്ക് കൂവാൻ അറിയാമോ? കൂവാൻ അറിയാമോ? ഓക്കെ, അത് നമ്മൾ ഇച്ചിരി ഭംഗിയായിട്ട് നമ്മൾ കൂവുന്നു. ഓവർ ഓവർ ഓവർ. ഹല്ലേലൂയ. ഓക്കെ, അടുത്തത് ഓവറിന് പകരം നമ്മൾ ലാസ്റ്റ് ആ എന്ന ശബ്ദം ഉണ്ടാക്കുന്നു. ഓക്കെ, മനസ്സിലായോ? കരാട്ട പഠിക്കുന്ന പോലെയാണ് അല്ലേ? ഓക്കെ, നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, സംഭവം ഇതാണ്. അല്ല, ആ ഹല്ലേലൂയ. പഠിച്ചോ നിങ്ങള്? അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. കുറച്ചു പേർക്ക് നീ കേൾക്കാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല. കുറച്ചുപേര് അനങ്ങാതിരിക്കുകയാണ്. നമ്മൾ മസിലേക്ക് വിട്ട് നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ചെയ്യുന്നു. ഇതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ തന്നു, അല്ലേ?
നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മളെ തന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചോദിക്കാതെ തന്നെ വാരിക്കോരി നമുക്ക് അനുഗ്രഹങ്ങൾ ഈശോ തരുന്നുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടേയിരിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറയണ്ടേ? ഈശോ നമുക്ക് തന്നിരിക്കുന്ന കൈയും കാലും തലയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ഈ ശരീരവും അല്ലെ, നമ്മളെടുക്കുന്ന ഓരോ ശ്വാസവും നമുക്ക് ദൈവം തന്നതാണ്. ദൈവത്തിന് തിരിച്ച് നമ്മളത് ദൈവത്തിന് സ്തുതി പറയാണ്. അപ്പൊ നമ്മള് ഈ ഒരു പാട്ട് പാടി ഈശോയെ ആരാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പാട്ട് പാടുന്നു. ആര് റെഡി? ഐ റെഡി? ഐ റെഡി? റെഡി ആണെങ്കിൽ ഇങ്ങനെ കാണിക്കൂ. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. റെഡി? 1 2 3 4. Jesus love is bubbling over. Jesus love is bubbling over. Jesus love is bubbling over. Hallelujah. ഒന്നുകൂടെ. Jesus love is bubbling over. Jesus love is bubbling over. Jesus love is bubbling over. Hallelujah. അടുത്ത എങ്ങനെയായിരുന്നു? ആ ആ Hallelujah. Jesus love is bubbling over. Jesus love is bubbling over. Jesus love is bubbling over. Hallelujah. എല്ലാവരും ഒന്ന് കൈയൊന്ന് വീശിക്കേ. Hallelujah. Hallelujah. വെരി ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര സന്തോഷം. ഓക്കെ, പാട്ട് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ടാണ് എനിക്ക് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും എടുക്കാൻ പറ്റാ. ഞാൻ കീബോർഡൊക്കെ വായിച്ച് പാടണമെന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഓൺലൈൻ ആകുമ്പോൾ നമുക്കെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു ദിവസം ഒരു ഓഫ്ലൈൻ നമുക്ക് ഇതുവരെ വരുവാണെങ്കിൽ നമുക്ക് അത് അടിച്ചു പൊളിക്കാം. ഓക്കെ ഓക്കെ, സൂപ്പർ, താങ്ക് യു. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് പാടിയിട്ട് നമുക്ക് വചനം പഠിക്കാനായിട്ട് പോകാം. നല്ല സ്മാർട്ടായിട്ട് നിട്ടലൊക്കെ നിവർത്തി നല്ല സ്മൈലൊക്കെ ചെയ്ത് ഈശോയുടെ സ്നേഹം മുഴുവൻ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ വീട് മുഴുവൻ ആ ഒരു സ്നേഹത്തിന്റെ അലകൾ ഒഴുകുന്ന ലെവലിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിന്ന് തന്നെ കളിക്കുക, എൻജോയ് ചെയ്യുക ഈശോടൊപ്പം. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടെ നമുക്ക് പാടിയിട്ട് നമുക്ക് വചനം പഠിക്കാൻ. റെഡി അല്ലേ? ഓൾറൈറ്റ്, റെഡി. 1 2 3 4. Jesus love is bubbling over. Jesus love is bubbling over. Jesus love is bubbling over. Hallelujah. Once more. Jesus love is bubbling over. Jesus love is bubbling over. Jesus love is bubbling over. Hallelujah. Hallelujah. ഒന്നുകൂടെ. Jesus love. Jesus love is bubbling over. Jesus love is bubbling over. Jesus love is bubbling over. Hallelujah. Hallelujah. സൂപ്പർ. എസ്റ്റർ നല്ല ജോലി തിരക്കിലുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. എന്നാലും ഈശോയെ കൊടുക്കാൻ, അത് പാട്ടിലൂടെ ആണെങ്കിലും വചനത്തിലൂടെ ആണെങ്കിലും കഥയിലൂടെ ആണെങ്കിലും തന്റെ സമയം മുഴുവൻ കൊടുക്കാൻ തയ്യാറായ ഒരു ആളാണ് ഡെസ്റ്റർ ഏട്ടൻ. അപ്പം ഡെസ്റ്റർ ഏട്ടന് 2 മക്കളുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, വൈഫും ഉണ്ട് സ്റ്റെഫി. ഞങ്ങൾ ഒരു ഇടവകക്കാരാണ്. ട്രിവാൻഡ്രത്താണ് ഡെസ്റ്റർ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോ കായംകുളത്തും ഡെസ്റ്റർ ട്രിവാൻഡ്രത്താണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുഞ്ഞു പിള്ളേർക്കും ഇതുപോലെ തന്നെ പാട്ട് പഠിപ്പിക്കാനായിട്ട് തന്റെ ജോലി തിരക്കിനിടയിൽ വന്ന് നിങ്ങളോടൊപ്പം നിന്ന്. കാരണം ഡെസ്റ്ററിന് ഈശോയുടെ സ്നേഹം അത്രമാത്രം അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്, കുടുംബം മുഴുവൻ. അതുകൊണ്ട് ഈശോയെ കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം ഒരിക്കലും പാഴാക്കില്ല. അപ്പൊ നമുക്ക് ഈ സമയത്ത് നമ്മുടെ കരങ്ങള് ഡെസ്റ്ററിന്റെ വീഡിയോ കാണാമല്ലോ, അപ്പൊ പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഒരു ഈശോമിശിഹായ്ക്ക് സ്തുതി കാണിച്ചു കൊടുത്തേ. സ്തുതി പറഞ്ഞേ. താങ്ക് യു ഡെസ്റ്റർ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. അപ്പൊ എല്ലാരും ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ഹാപ്പി ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചേ. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെ ഫേസ് കാണുമ്പോൾ എനിക്കറിയാം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കണം. ദൈവം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, കാരണം ഈ ഒരു സമയം മുഴുവൻ ഇവിടെ ആയിരിക്കാനായിട്ട്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആയിരിക്കാനായിട്ട് അനുഗ്രഹിച്ചതിനോർത്ത്, കാലാവസ്ഥയും നല്ല റേഞ്ചും കിട്ടിയതിനോർത്ത് നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം ഇതാണ്, ഫിലിപ്പിയർ 4:19. ഏതാണ്? ഫിലിപ്പി 4:19. ഫിലിപ്പി ചാപ്റ്റർ 4 വേർഡ് 19. എഴുതി വെച്ചോ? ബൈബിൾ എടുത്തോ? വചനം കണ്ടോ? എന്താണ് വചനം? എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. വചനം എന്തായിരുന്നു? എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. ഇതാണ് ഇന്ന് നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുത്ത വചനം. അപ്പം എല്ലാവരും ഇത് ബൈഹാർട്ട് ആക്കണം. വചനം നല്ല ഭംഗിയായിട്ട് എഴുതണം. ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ എനിക്കിത് നിങ്ങളോട് പറയാൻ തോന്നിയ ഒരു കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തില് അത് നല്ലതും ചീത്തതും എന്ത് തന്നെ ആയാലും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നും വരില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളത് എന്താണ്? അനാവശ്യം എന്നാണ് പറഞ്ഞത്. ആവശ്യമുള്ളത് എല്ലാം തരാൻ മതിയായവനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് തന്റെ ഏകജാതനെ നമുക്ക് നൽകിയത്, അല്ലെ? ഏകജാതൻ ആരായിരുന്നു? ക്രിസ്തു. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം എങ്ങനെ നിറഞ്ഞു തുളമ്പുവാണ്, അല്ലെ? അനുദിനം ഓരോ ദിവസം ദൈവത്തിന്റെ സ്നേഹം കൂടി വരുവാണ്. ഓരോ ദിവസം അടുക്കും തോറും, നമ്മൾ ഈശോയായിട്ട് അടുക്കും തോറും ആ സ്നേഹം കൂടി വരികയാണ്. അപ്പൊ ദൈവം നമുക്കായിട്ട് തന്നത് ആരെയാണ്? ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ആരെ തന്നു? ഈശോയെ തന്നു, അല്ലേ? തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവം വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അതിനാണ് ദൈവം യേശുവിനെ നമ്മളിലേക്ക് അയച്ചത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് എന്താണ്? കുട്ടികൾക്ക് എന്താണ് ആവശ്യമുള്ളത്? ചിലപ്പം ചെന്ന് പാരന്റ്സിനോട് നമ്മൾ ആദ്യം നമുക്ക് ആവശ്യമുള്ളതെല്ലാം പാരന്റ്സിനോട് പറയും. ഞാൻ പറയാൻ പോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളിനി എന്ത് പാരന്റ്സിനോട് നമുക്കൊരു ആവശ്യമുണ്ട്, അല്ലെ? ചിലപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്, ഇന്നത്തെ ദിവസം കുറച്ച് ഇപ്പൊ ചൂട് കൂടുതലല്ലേ, ഐസ്ക്രീം ഒക്കെ കഴിക്കണം, അല്ലെങ്കിൽ നാളെ നമുക്ക് ഐസ്ക്രീം കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് നാളെ റിലേറ്റീവ്സിന്റെ വീട്ടിലോട്ടൊന്ന് നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ കസിൻസിനോടൊക്കെ ഒന്ന് പറയണം. പക്ഷെ പാരന്റ്സിന്റെ അനുവാദം ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും, അനാവശ്യമല്ല, ആവശ്യമുള്ളതെല്ലാം ആരോട് ആദ്യം പറയണം? ദൈവത്തോട് പോയി പറയണം. ഇതാ ഞാൻ ഇന്ന് പപ്പയടുത്ത് അല്ലെങ്കിൽ അപ്പയടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ഞാൻ ഇന്ന കാര്യം പറയാൻ പാടാം. അത് ആദ്യം ഈശോയോട് പറയണം. ഈശോയോട് പറഞ്ഞിട്ട് പോയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വന്ന് പാരന്റ്സിനോട് പറഞ്ഞാൽ, ഇപ്പൊ പാരന്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വെക്കേഷൻ അല്ലേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്മർ വെക്കേഷനാണ്. പക്ഷെ വർക്കിംഗ് പാരന്റ്സ് ഒക്കെ ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആഘോഷിക്കുവാണോ? അല്ലല്ലോ. ആണോ? വീട്ടില് ജോലിക്ക് പോകുന്ന പാരന്റ്സ് ഇല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും? വൈകുന്നേരം വന്നിട്ടല്ലേ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ഫോണൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നത്. അപ്പം പാരന്റ്സ് ജോലിക്ക് പോയിട്ട് വളരെ മടുത്തൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ഓടിച്ചെന്ന് എന്തെങ്കിലും ആവശ്യം പറയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ അവര് കേൾക്കാത്ത, അല്ലെങ്കിൽ ഇപ്പൊ പറ്റില്ല, അല്ലെങ്കിൽ ഇച്ചിരി കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിലുണ്ടാവും, അല്ലെ? പക്ഷെ നമ്മള് അവരുടെ സിറ്റുവേഷൻ മനസ്സിലായി, അവർ ടയർഡാണ്, എന്തൊക്കെ അവരോട് ഒരു കാര്യം പറയാൻ ഒരു ആവശ്യം നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ ബർത്ത്ഡേ ഇന്ന രീതിയിൽ ആഘോഷിക്കണം, അല്ലെങ്കിൽ എനിക്ക്
എന്താ പറയാ, കസിൻസിന്റെ വീട്ടിൽ പോകുമ്പോൾ ഇന്ന രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ചു പോകണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകണം, അവർക്ക് ഇന്നത് വാങ്ങിച്ചുകൊണ്ട് പോകണം, അല്ലെ? കുട്ടികളായ നിങ്ങളുടെ കയ്യിൽ പൈസയോ അല്ലെങ്കിൽ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ ക്രമീകരണമില്ല. ഇതൊക്കെ നമുക്ക് പാരന്റ്സ് ക്രമീകരിച്ചു തരണം. പക്ഷെ പാരന്റ്സിന് ആരാ തരുന്നത്? ഇത് എല്ലാം അവർ ജോലി എടുക്കുന്നുണ്ട്, പക്ഷെ ഇതെല്ലാം എവിടുന്ന കിട്ടുന്ന? ദൈവത്തിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകാൻ മതിയായവനാണെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടത്. എന്തൊരു കാര്യം ചോദിക്കുന്നതിന് മുമ്പ് അത് ഗെയിം, ഒരു കളി കാര്യം, നിസ്സാര കാര്യമാണെങ്കിൽ പോലും അത് ആരോട് ആദ്യം ചോദിക്കണം? നമ്മള് ദൈവത്തോട് ചോദിക്കണം. അവിടുന്ന് നമുക്കത് തരാൻ കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് കൃത്യസമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിലൂടെ തന്നിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യം വിശ്വാസം ഉണ്ടോ? വിശ്വാസമുള്ളവർ വലത് കാര്യം ഒരു തമ്പെന്ന് കുഴിയത്ത് കാണിച്ചേ. ഓ ഗ്രേറ്റ്. അന്നാമരിയൊക്കെ പെട്ടെന്നാ ചാടി കയറി. മിടുക്കി. എല്ലാവരും നല്ല മിടുക്കരായിട്ടാ. ഞാൻ പെട്ടെന്ന് അത് ഫേസ് കണ്ടതുകൊണ്ട് ഞാൻ എടുത്ത് പേര് പറഞ്ഞത്. എല്ലാ മക്കളും നല്ല, ശരിക്കും നിങ്ങൾ ഭയങ്കര വചനത്തോടും ഇങ്ങനെ ആത്മീയ കാര്യങ്ങളോടും തീഷ്ണതയുള്ള മക്കളാണെന്നതിന്റെ തെളിവാണ് മറ്റെല്ലാ ഫ്രണ്ട്സിനേക്കാളും വ്യത്യസ്തരായിട്ട് ഇന്ന് ഈ ഒരു ടൈം ചൂസ് ചെയ്തത്, അല്ലെ? മറ്റെല്ലാം മാറ്റി വെച്ചിട്ട്, അല്ലെ? ഈ ഒരു ടൈം ഈശോയ്ക്കായിട്ട് വെച്ചത്. അപ്പം നമ്മള് ഈ വചനം ഒന്ന് ഏറ്റു പറയാൻ പോവാണ്. എനിക്ക് കാണാം നിങ്ങൾ ചുണ്ടനക്കുന്നതും നിങ്ങൾ അനങ്ങുന്നതും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നതും ശ്രദ്ധാപൂർവം ഇരിക്കുന്നതൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊന്ന് ഏറ്റു പറഞ്ഞാലോ? എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19. കണ്ടോ? ഇത് ആക്ഷനിലൂടെ പഠിക്കണം. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19. കണ്ടോ? 19. കണ്ടോ? 10 2 കൈ കണ്ടോ? 9. കണ്ടോ? ഒരെണ്ണം മടക്കിയിട്ട്. ഫിലിപ്പി 4:19. പഠിച്ചോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച വചനം ഏതായിരുന്നു? ഫിലിപ്പി 4:19. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. എന്തൊരു കാര്യം വന്നാലും ആദ്യം ഓടിപ്പോയി ഈശോയോട് പറയണം. ഈശോയെ, ഞാൻ ഇന്ന് അപ്പയോട് ഇന്ന കാര്യം പറയാൻ പോവാണ്. അതിനു മുമ്പേ തന്നെ അപ്പയുടെ മൈൻഡൊക്കെ ഒന്ന് ഇത് ശ്രദ്ധിച്ച് കേൾക്കാനും എനിക്കിത് സാധിച്ചു തരാനുള്ള മൈൻഡൊക്കെ കൊടുക്കണേ. അല്ലെങ്കിൽ അമ്മ, അല്ലെ ചേട്ടായി, അങ്കിള്, ആരോടായാലും. നമ്മുടെ ടീച്ചേഴ്സ്, നമുക്ക് ഇനി പുതിയ അധ്യയന വർഷത്തിൽ നമ്മുടെ ടീച്ചേഴ്സിനോട് പല ആവശ്യങ്ങളും നമുക്ക് ചിലപ്പോൾ മനസ്സിലാകാത്ത കാര്യങ്ങൾ, മാത്സ് ഒക്കെ മനസ്സിലാകാതെ വരുമ്പം ഒന്നുകൂടെ ഒന്ന് ചോദിക്കണമെന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഓടിച്ചേർച്ചാൽ ചിലപ്പോൾ ടീച്ചർ ഇപ്പൊ പറ്റത്തില്ല, പിന്നെ പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഈശോയോട് പറയണം, ഞാൻ എന്റെ ടീച്ചറിനെ കാണാൻ പോകണം, എനിക്ക് ഒന്നുകൂടെ മാത്സ് പഠിപ്പിച്ചു തരാനായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഈശോയോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യം, നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അത് കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിൽ നമുക്ക് ഈശോ നടത്തിത്തരും. അനാവശ്യ കാര്യങ്ങളല്ല. എന്ത് കാര്യങ്ങളാണ്? നമുക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകാൻ മതിയായവനാണ് ആര്? ക്രിസ്തു. ദൈവത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഹോംവർക്കും കൂടെ ഞാനിത് പറയും. കുറച്ച് കാര്യങ്ങളെ പറയാം, നമുക്ക് കുറച്ച് സമയമുള്ളൂ. നമുക്കിനി ക്രാഫ്റ്റ് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വചനം ലിയാന റോബിയാണ് നമ്മളെ ക്രാഫ്റ്റ് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്, ക്രാഫ്റ്റ് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാം ഇന്നത്തെ ഒരു ഡേ ബൈൻഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നാളെ അടുത്ത വെനസ്ഡേ വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഈ വചനം ഡെക്കറേറ്റ് ചെയ്ത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടൊക്കെ എഴുതി നമ്മുടെ റിലേറ്റീവ്സിനും നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കിടക്കുന്നിടത്ത് അല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ കാണാൻ പാകത്തിന്, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ കാണാൻ പാകത്തിന് ഒരു പോസ്റ്ററൊക്കെ തയ്യാറാക്കി വചനം നല്ല മനോഹരമാക്കി ചെയ്ത് നിങ്ങൾ വെക്കണം. ഒപ്പം ചെറിയ ചെറിയ പേപ്പറുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ വരയ്ക്കാൻ, നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവർ, നല്ല ഡിസൈൻ ചെയ്യാൻ പറ്റുന്നവർ, നമ്മൾ അസൈൻമെന്റ് ഒക്കെ ചെയ്യത്തില്ലേ അല്ലേ, അതുപോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഈ വചനം എഴുതി
നമ്മുടെ സുഹൃത്തുക്കൾ സ്കൂൾ തുറക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലോ, അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഇന്ന് നിനക്ക് എൻ്റെ ഒരു വചനം, ഈശോയുടെ ഒരു വചനം ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരുന്നു, ഇത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഒരു കോട്ട തന്നെ നിർമ്മിക്കും. ഈ വചനം എൻ്റെ ജീവിതത്തിൽ വളരെ ബ്ലെസ്സിങ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഞാൻ സ്വന്തമായിട്ട് കായംകുളത്ത് ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്, ഒരു ബുക്ക് സ്റ്റോള്. ഞാനിപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ രാവിലെ 8 മണിക്ക് വരും. ഇന്ന് 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ തിരക്കില്ല, വെക്കേഷൻ അല്ലേ, വലിയ തിരക്കില്ലാത്ത ഒരു സമയമാണ്. അപ്പം എനിക്കിവിടെ ബിസിനസ് ഒക്കെ കുറയുമ്പോഴത്തേക്ക് ഞാൻ ഈ വചനം റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കും. എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കാരണം ഒത്തിരി കാര്യങ്ങൾ ഈ ബിസിനസ്സിലൂടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പൂർത്തീകരിക്കാൻ പറ്റാതാകുമ്പോൾ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയും. കൂടാതെ എൻ്റെ ഈ സ്ഥാപനത്തിൽ പലയിടത്തായിട്ട് ഞാൻ ഈ വചനം ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെക്കാറുണ്ട്. ഇവിടെ നിന്നല്ല, ഇതെന്റെ അതുകൊണ്ടാണ് ഞാൻ എന്നോട് ഇങ്ങനെ ഒരു ബൈബിൾ നഴ്സറി എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ പൂർത്തീകരിക്കപ്പെട്ട അനുഭവവേദ്യമായ ഒരു വചനം തന്നെ നിങ്ങൾക്ക് തുടക്കത്തിൽ തരണമെന്ന് ഇനിയും ഉണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി വചനങ്ങൾ, അതൊക്കെ വരുന്ന ആഴ്ചകളിലൊക്കെ നിങ്ങൾക്ക് പകർന്നു തരാം. അപ്പൊ ഇത് എൻ്റെ ലൈഫിൽ ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടും അനുഗ്രഹപ്രദമായിട്ടും, ഞാൻ ഒരിക്കലും ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നെങ്കിൽ, ഒരു ചെരുപ്പ് എടുക്കാൻ പോകുന്നെങ്കിൽ അതല്ല ഈശോയോട് പറഞ്ഞിട്ട് ഈശോയെ എനിക്കായിട്ടുള്ള തന്നെ ഇത്ര, അപ്പം എനിക്ക് ആവശ്യമുള്ള ചെരുപ്പ് മാത്രം, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള വസ്ത്രം മാത്രം എനിക്കത് ചൂസ് ചെയ്യാനും അതെടുക്കാനും ഒക്കെ ഉള്ള ഒരു കൃപ തരുന്നതിന് വേണ്ടി ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെ ലൈഫിലെ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് തരും. അപ്പം എല്ലാത്തിനും മതിയായവൻ ആരാണ്? ദൈവമാണെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധ കാര്യങ്ങൾക്ക് ദൈവം മതിയായവനാണ്. അപ്പം ലാസ്റ്റ് കയറി ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാണ്, നമ്മൾ ഇന്ന് പഠിച്ച വചനം ഏതായിരുന്നു? ഫിലിപ്പി 4:19. എങ്ങനെയാ പറയുന്നേ? ഫിലിപ്പി 4, പലത് കരമാണ് കേട്ടോ, 4 ആദ്യം ചൂസ് ചെയ്യണം, പിന്നെ 2 കരം കൂടെ ചേർത്ത് 10:9, ഒരു വരല് മാത്രം മടക്കി. അപ്പൊ നമ്മൾ ഫിലിപ്പി 4:19 അതാണ് നമ്മള് ഇന്ന് പഠിച്ച വചനം. എന്താണ് വചനം? എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പഠിച്ചില്ലേ? പഠിച്ചോ? പഠിച്ചവരൊക്കെ എല്ലാവരും ഒന്നൊരു തമ്പ് കാണിച്ചേ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഫിലിപ്പി 4:19 പറഞ്ഞോ എല്ലാവരും? വെരി ഗുഡ്, എല്ലാവരും ഉച്ചരിക്കുന്നുണ്ട്, എനിക്ക് കാണാൻ. വളരെ ശ്രദ്ധാപൂർവമാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹോംവർക്ക് ചെയ്യേണ്ട എന്താണ്? ഏറ്റവും മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് എന്നും കാണാൻ പറ്റുന്ന രീതിയിൽ ഈ വചനം നിങ്ങളുടെ ഭവനത്തിൽ എവിടെയാണോ അത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. കൂടാതെ നമ്മുടെ സുഹൃത്തുക്കൾക്കോ കസിൻസിനോ ഇനി പാരന്റ്സിന് തന്നെ, ചിലപ്പോൾ നമ്മുടെ വീട്ടില് പാരന്റ്സ് ഇങ്ങനെ പല കാര്യങ്ങൾ നടക്കാത്തതിൽ അസ്വസ്ഥതയാണെങ്കിൽ അപ്പ അമ്മ ഈ വചനം റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പറയുന്നത്. വിശ്വാസപൂർവം ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹങ്ങളുടെ ഒരു കോട്ട തന്നെ ദൈവം നൽകും. അപ്പം പാരന്റ്സിനും നിങ്ങളുടെ സിബ്ലിങ്സിനും ഒക്കെ ഇതൊക്കെ വചനം ചെറിയൊരു പേപ്പറിൽ എഴുതി ഇങ്ങനെ കൊടുക്കാനായിട്ട്, അതൊരു സുവിശേഷ വേലയായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. ഇങ്ങനെ ഇരുന്ന് ഇപ്പം കുറെ പേരെ എഴുതി വചനം പ്രഘോഷിക്കുന്നത് മാത്രമല്ല, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തികളായിട്ട്, കുഞ്ഞുങ്ങളായിട്ട് മാറുകയാണ്. അപ്പൊ നിങ്ങൾ വിശുദ്ധരായിട്ട് മാറുകയും ചെയ്യും അല്ലേ? വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധരാകും. നിങ്ങൾ ഈ പ്രായത്തിൽ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള പിള്ളേരാണ്, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വിശുദ്ധരായിട്ടുള്ള മക്കളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വചനം പഠിക്കാനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വചനത്തിലൂടെ ദൈവത്തെ പ്രഘോഷിക്കുകയാണ് ചെയ്യണം. ഒപ്പം അത് നിങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിക്കുകയും ചെയ്യുന്നത് അല്ലെ? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ വചനം നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ അത് വസിച്ച് അനുഗ്രഹത്തിന്റെ കാര്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും വചനം മനസ്സിലായില്ലേ?
കുറച്ച് സമയം കൂടെ ഉള്ളു. അപ്പോൾ നമുക്ക് ചേച്ചിയെ വിളിക്കാം ക്രാഫ്റ്റ് പഠിപ്പിക്കാനായിട്ട്. നമുക്ക് ഈ വചനം പ്രാർത്ഥന ഒന്ന് കൈയൊക്കെ കൂപ്പിയിട്ട് കണ്ണടച്ചിട്ട് എല്ലാവരും വചനം ഒന്ന് കാണാതെ പറയണം. ഞാൻ പറഞ്ഞു തരാം, അതുപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഫിലിപ്പി 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. സ്നേഹനായ നല്ല ഈശോയെ, ഇന്നത്തെ ദിവസത്തോർക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇനി പഠിച്ച വചനം ഞങ്ങളുടെ ജീവിതത്തിലുടനീളം അത് ലൈഫ് ലോങ് ഞങ്ങൾ ഉണ്ടായിത്തീരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് എന്തൊക്കെ ആവശ്യം വരുന്നു, അപ്പൊ ഈ വചനം റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരികയും വിശ്വാസപൂർവം നീ തരുന്നത് നേടിയെടുക്കാനുള്ള ആ ഒരു വിശ്വാസവും ധൈര്യവും സന്തോഷവും ആത്മസന്തോഷവും ഒക്കെ കൊണ്ട് ഞങ്ങളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തുടർന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കാനുള്ള കൃപയും ബുദ്ധിയും വിവേകവും ശ്രദ്ധയും ഒക്കെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ചേച്ചി ഇപ്പൊ ഉടനെ ക്രാഫ്റ്റ് പഠിപ്പിക്കാൻ വരും. So hi everyone, good evening. So today നമ്മൾ ഒരു പേപ്പർ ബാസ്ക്കറ്റ് ആണ് ഉണ്ടാക്കുന്നത്. So for this you require a paper cup, scissors and then glue. So first we need to take the paper cup. So എല്ലാവർക്കും പേപ്പർ കപ്പ് ഒക്കെ ഉണ്ടോ? It's okay if you don't have it, you can try it later also. So here I've taken a paper cup. നമ്മൾ ആദ്യം ഇതിനെ from top to bottom കട്ട് ചെയ്യണം. Okay, so ഈ ഒരു എല്ലാ പേപ്പർ കപ്പിനും ഒരു സൈഡ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടല്ലോ. സോ ഫ്രം ടോപ്പ് ടു ബോട്ടം കട്ട് ചെയ്യണം. മക്കളെ, നിങ്ങളുടെ കയ്യിൽ ക്രാഫ്റ്റ് ഗ്ലാസ് ഇല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾ ലിയാന ചെയ്യുന്ന ശ്രദ്ധാപൂർവം ചെയ്യണം. വചനം നിങ്ങൾ ഹോംവർക്കായിട്ട് എടുത്തതുപോലെ തന്നെ നിങ്ങൾ ഈ ക്രാഫ്റ്റ് വർക്കും നിങ്ങളുടെ വീട്ടിലിരുന്ന് പിന്നീട് അതുകൊണ്ട് ശ്രദ്ധാപൂർവം, ആരും വേറെ എങ്ങും പോകരുത്. വളരെ സ്ലോലി ലിയാന അത് കാണിച്ചു തരും. അപ്പൊ നിങ്ങളത് ശ്രദ്ധാപൂർവം കണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്തു നോക്കണം. ഓക്കെ, എന്നിട്ട് അടുത്ത ആഴ്ച നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയോ എന്നുള്ളത് മെസ്സേജ് ആയിട്ട് ഇടണം കേട്ടോ. ഓക്കെ, സോ പേപ്പർ കപ്പ് ഉള്ളവർ പേപ്പർ കപ്പ് ഇപ്പൊ തന്നെ എടുത്തോ. ആൻഡ് യു ഓൾസോ നീഡ് ദ സിസേഴ്സ് ഓൾസോ ഫോർ ദിസ്. അപ്പോ ആദ്യം പേപ്പർ കപ്പ് എടുക്കണം. പിന്നെ ടോപ്പ് ടു ബോട്ടം ഒന്ന് കട്ട് ചെയ്യണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യല്ല, ആ താഴെ വരെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്താൽ മതി. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യണം, ഓറൽസ് അത് അതിന്റെ ഒരു എന്താ ബാസ്ക്കറ്റ് പോലെ ഇരിക്കുന്നത് ശരിയാവത്തില്ല. ഇനി ഇതിന്റെ മേലത്തെ പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ എന്താ ഈ ഒരു പോർഷൻ, ഈ ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടിരിക്കുന്ന അതിന്റെ ബ്രിം ഉണ്ടല്ലോ പേപ്പർ കപ്പിന്റെ, ആ ടോപ്പ് പോർഷൻ അത് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യണം. സോ അത് മാത്രം നമ്മൾ മാറ്റി കട്ട് ചെയ്യാം. ഇതുപോലെ അതിന്റെ സൈഡിൽ കൂടെ കട്ട് ചെയ്യണം. നമ്മൾ പേപ്പർ കപ്പിനെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യില്ല, പേപ്പർ കപ്പിന്റെ ബാക്കിയുള്ള പോർഷൻ ഒന്നും അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാതെ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യണം. ആൻഡ് ഇത് വേറെ ഇത് കളയാൻ പാടില്ല, ബിക്കോസ് നമുക്കിത് പേപ്പർ ബാസ്ക്കറ്റിന്റെ ഹാൻഡിലിൽ വെക്കാനുള്ളതാ. സോ ഇത് മാറ്റി വെക്കണം. ഓക്കെ, ഇനി ഈ ഇപ്പം നമ്മൾ ആദ്യം കട്ട് ചെയ്ത പോലെ ഒരു 0.5 സെന്റിമീറ്ററോ അങ്ങനെ ഒരു ചെറിയ സെന്റിമീറ്റർ എടുത്തിട്ട് ഇതേപോലെ ഇവിടെ ഓരോന്നിലും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം ഈ സെയിം രീതിയിൽ. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് കെയർഫുൾ ആവണം, ബിക്കോസ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരെണ്ണത്തില് 1 സെന്റിമീറ്ററും വേറെ സെന്റിമീറ്റർ എടുത്താൽ പിന്നെ അവസാനം നമ്മൾ ഈ പേപ്പർ ബാസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ ഫോൾഡ് ചെയ്യാൻ നേരം മൊത്തം ശരിയാവത്തില്ല വരും. ഫോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത് ഒന്നും പ്രോപ്പർ ആവില്ല. അപ്പം ഇത് ഒത്തിരി നേരം ഒന്നും എടുക്കില്ല, ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പൊ ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്യുക. So if you want to take like ഒരു ഇച്ചിരിയും കൂടെ വലിയ സെന്റിമീറ്റർ എടുക്കണമെങ്കിൽ you can also do that. പക്ഷെ അതെല്ലാം എല്ലാത്തിലും ആ സെയിം സെന്റിമീറ്റർ തന്നെ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ കിട്ടും, നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. ഇനി ഇത് ഇൻവേർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെ വെക്കണം. ഇതിങ്ങനെ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നും നമ്മൾ ഇനി ഓരോ സ്ട്രിപ്പും നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കും ഉള്ളിലേക്ക്. അപ്പൊ അതങ്ങനെ മര്യാദയ്ക്ക് ഫോൾഡ് ചെയ്തിരിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ,
ഇനി ഇതിലെ ഓരോ സ്ട്രിപ്പും എടുത്തിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഇത് ആദ്യം എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് ഇതാ, എന്റെ നെക്സ്റ്റ് പൊസിഷൻ. സോ അതിലേക്ക് ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കണം ഇങ്ങനെ. അപ്പൊ ഓരോന്നും അതേപോലെ അതിന്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഇരിക്കും, അതിന്റെ സൈഡെല്ലാം ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് പോലെ തന്നെ ഫോം ചെയ്യും അത്. സോ ഇപ്പൊ ഒരു ചെറിയ സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ബി മോർ ഈസിയർ ടു ഡു ദിസ്. ഇച്ചിരി കൂടെ ലെങ്ത് കൂടിയ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. നമുക്ക് അതൊരു സെന്റിമീറ്റർ ഒന്നും അതിന്റെ ലെങ്ത് ശരിയാവത്തില്ലാതെ വരും. പിന്നെ നമ്മൾ പേപ്പർ കപ്പ് എടുക്കുമ്പം ഇച്ചിരി ലെങ്ത് കൂടുതലുള്ളത് എടുക്കണം. ഒരു ചെറിയ പേപ്പർ കപ്പ് എടുത്താൽ എന്താ ബാസ്ക്കറ്റ് ശരിയാവാതെ വരും. അപ്പൊ ഇച്ചിരി കൂടെ ലെങ്ത് ഉള്ളൊരു വലിയ പേപ്പർ കപ്പ് എടുക്കാൻ നോക്കണം. സോ ഞാനിവിടെ ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കിട്ടും നമ്മുടെ പേപ്പർ ബാസ്ക്കറ്റ്, ഇതുപോലെ ഇരിക്കും. ഇനി നമ്മൾ ആദ്യം സെപ്പറേറ്റ് ചെയ്ത് വെച്ച ഈ സാധനം ഉണ്ടല്ലോ, അതിന്റെ മേലത്തെ പോർഷൻ, അതിനി ഇതിലേക്ക് ഒട്ടിക്കണം. സോ ഹോട്ട് ഗ്ലൂ ഉള്ളവർ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുന്നത് നല്ലത്, ബിക്കോസ് ദാറ്റ് ഇസ് മോർ ഈസിയർ ടു സ്റ്റിക്ക് ഇൻ ദിസ്. അപ്പൊ ഞാനിതിവിടെ ഒട്ടിക്കുക. ഓക്കെ, സോ ഫൈനലി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇതായിരിക്കും കിട്ടുന്നത് ഈ ഒരു സ്ട്രക്ചറിൽ. അപ്പൊ ഈ ഒരു പേപ്പർ കപ്പ് ഇസ് ആക്ച്വലി ടു ഷോ, നമ്മളിങ്ങനെ ഒരു ഷോ കേസ് പോലെ വെക്കാൻ പറ്റുള്ളൂ. അതിൽ വലിയ വലിയ സാധനമൊന്നും വെക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി സ്മോൾ ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ക്യൂട്ട് ഓൾസോ. സോ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇറ്റ്സ് ആക്ച്വലി സിമ്പിൾ ആൻഡ് ആദ്യപ്പാട് നമ്മൾ യൂസ് ചെയ്ത പേപ്പർ കപ്പാണ്. സോ സിമ്പിൾ ആൻഡ് ഈസിയാ. ഇനി നിങ്ങൾക്ക് പെയിന്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഈ താഴത്തെ പോർഷനിലൊക്കെ പെയിന്റ് ചെയ്യണം. ഇപ്പൊ എന്റെ പേപ്പർ കപ്പ് ഇച്ചിരി കളർഫുള്ളാ, സോ അതുകൊണ്ട് എന്റെ താഴെ ഓൾറെഡി ഒരു കളർ ഉണ്ട്. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് താഴെ കളർ ചെയ്യാം, ഇതിന്റെ മേലത്തെ ഈ ഒരു ഹാൻഡിലും പെയിന്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു. താങ്ക് യു. വളരെ നന്നായിരുന്നു അല്ലേ? എല്ലാവരും ഒരു ഇങ്ങനെ ഒരു ഹാൻഡ് ഇങ്ങനെ ഒന്ന് റേസ് ചെയ്ത് കാണിച്ചേ, ചേച്ചിക്ക് താങ്ക്സ് പറയാനായിട്ട്. താങ്ക് യു സോ മച്ച്. ക്യൂട്ടായിട്ടുള്ള ഒരു മനസ്സിലായവരൊന്നെങ്കിലും തമ്പ് കാണിച്ചേ. എനി ഡൗട്ട്സ്? How to fold? ഓക്കെ, ഹൗ ടു ഫോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓരോ സ്ട്രിപ്പും കട്ട് ചെയ്തില്ലായിരുന്നോ? അത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ നമ്മൾ കപ്പ് നോർമലി വെക്കുന്ന പോലെ വെക്കണം. എന്നിട്ട് ഓരോ സ്ട്രിപ്പും എടുത്തിട്ട് ആ കപ്പ് നോർമലി വെക്കുന്ന പോലെ വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഓൾട്ടർനേറ്റ് എന്ന് വെച്ചാൽ അതിന്റെ നെക്സ്റ്റിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്യണം. എന്ന് വെച്ചാൽ അതിങ്ങനെ മടക്കില്ല. നോർമലി നമ്മളൊരു സ്ട്രിപ്പ് എടുത്ത് മടക്കുമ്പം ഉള്ളിലേക്ക് മടക്കിയാൽ മതി. കപ്പ് വെക്കുന്ന പോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയാൽ മതി. അങ്ങനെ മടക്കുമ്പോൾ ഇത് കണ്ടതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. I think you'll understand it better when I show it like this. ഇപ്പൊ മനസ്സിലായോ? ട്രൈ ചെയ്ത് നോക്കൂ. ഏത് ലീഫാണ് ഫോൾഡ് ചെയ്യാൻ നോക്കുന്ന അതിന്റെ തൊട്ട് ഇപ്പം ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഈ വിരൽ അടുത്ത മൂന്നാമത് നിൽക്കുന്ന തേർഡ് വണ്ണിലേക്കാണ് ഫോൾഡ് ചെയ്യുന്നത് അല്ലേ ലിയാന? ഞാൻ വേണേ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇറ്റ്സ് ലൈക്ക് ഇത് കണ്ടോ, ഈ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതില് ഇത് ഞാൻ ഫോൾഡ് ചെയ്യാൻ എടുക്കുവാണെങ്കിൽ ഇതിന്റെ തേർഡിലേക്ക് പോകണം. 1 to 3 അങ്ങനെ ഓൾട്ടർനേറ്റ് പൊസിഷനിലേക്ക്. അല്ലാതെ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഇതിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് വെക്കാൻ പറ്റില്ല, അപ്പൊ അത് ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് എന്റെ ഓൾട്ടർനേറ്റ് പൊസിഷനിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചാൽ മതി. ഒരെണ്ണം നമ്മൾ വെക്കുമ്പോൾ ബാക്കിയെല്ലാം തന്നെ അങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. അന്നരിയൊക്കെ മനസ്സിലാക്കി അല്ലേ? സ്റ്റീവ് ഒക്കെ മനസ്സിലാക്കിയോ? ഓക്കെ, താങ്ക് യു ലിയാന. ലിയാനയ്ക്ക് ഒന്ന് പറയണ്ടേ? താങ്ക് യു ഓൾ. പുതിയ അല്ലേ? ഇന്നത്തെ ബൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. താമസിച്ചു വന്ന ആർക്കെങ്കിലും ഇനി വചനം കിട്ടാതെ ഉണ്ടെങ്കിൽ ഫിലിപ്പി 4:19 മറക്കാതെ നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും, പിന്നെ പാരന്റ്സിനും
സിബ്ലിങ്സിനും കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വചനം, അതുപോലെ തന്നെ ഈ ബാസ്കറ്റ് വേണമെങ്കിൽ നമുക്ക് വചനം, ഇന്നത്തെ വചനം എഴുതിയിട്ട് ഇതുപോലുള്ള ഒരു ഇപ്പം ലിയാന ചേച്ചി കാണിച്ചെന്ന ബാസ്കറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റും, സ്കൂൾ ഓപ്പൺ ഒക്കെ ആകുമ്പോൾ കേട്ടോ. അപ്പൊ അത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വെൻസ്ഡേ വരുമ്പോഴത്തേക്ക് നമ്മുടെ കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെയും ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അവരുടെ പാരന്റ്സിനോട് അല്ലെങ്കിൽ കസിൻസിന്റെ അങ്കിൾ ആന്റി അവരോടൊക്കെ വിളിച്ചു പറയണം ഞങ്ങൾ ഇങ്ങനെ നല്ല നഴ്സറിയിൽ ജോയിൻ ചെയ്തു. 2-3 ക്ലാസ്സുകളെ നമുക്ക് കിട്ടത്തുള്ളൂ, ഈ മെയ് അവസാനം വരെയുള്ള ക്ലാസ്സുകളേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്കൂൾ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും വചനം പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ നിത്യവും ഉപയോഗിക്കാൻ പറ്റുന്ന വചനമാക്കി കൊണ്ടുവരുവാനും ഒക്കെ സാധിക്കും. അപ്പൊ ഫ്രണ്ട്സിനെയും സിബ്ലിങ്സിനെയും കസിൻസിനെയും ഒക്കെ ഇത് അറിയിക്കണം. അപ്പൊ ആർ യു റെഡി? അങ്ങനെ അറിയിച്ച് പുതിയ ആളുകളെ കൊണ്ടുവരുമെന്നുള്ളവരൊന്ന് തമ്പിട്ടെ. ഓ യെസ്, നിങ്ങൾ ഭയങ്കര മിടുക്കരാണ്, ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടുള്ള പിള്ളേരാണ്, വചനം പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. ഇന്നത്തെ ക്രാഫ്റ്റ് പഠിച്ചു, ആക്ഷൻ സോങ് ഒക്കെ പഠിച്ചു. ആക്ഷൻ സോങ് ഒക്കെ അനിയത്തിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, കസിൻസിനെ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാവർക്കും ചിലർക്കൊക്കെ അറിയാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പുതിയതായിട്ട് പഠിച്ചവരൊക്കെ വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യണം. കാര്യങ്ങളൊക്കെ ഒന്ന് കുപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് നല്ല ഭക്തിപൂർവ്വം സ്നേഹനായ നല്ല ഈശോയെ, ഇന്നത്തെ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ പഠിച്ച വചനം ഞങ്ങളുടെ ജീവിതാവസാനം വരെ ഞങ്ങൾക്ക് വിശ്വാസപൂർവം കൊണ്ടു നടക്കുവാനും അനേകർക്ക് സുവിശേഷമായിട്ട് ആ വചനം പകർന്നു നൽകുവാനായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വെക്കേഷൻ, ഈ ഒരു സമ്മർ വെക്കേഷൻ വ്യത്യസ്തമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങയോടൊപ്പം ആയിരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിച്ചവർക്ക് നന്ദി പറയുന്നു. പക്ഷെ ഞങ്ങളുടെ പാരൻസിനെയും ഞങ്ങളുടെ സിബ്ലിങ്സിനെയും കസിൻസിനെയും ഞങ്ങളുടെ എല്ലാ റിലേറ്റീവ്സിനെയും ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന്റെ നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഏറെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഇന്ന് പഠിച്ച വചനവും ഞങ്ങൾ പഠിച്ച ആക്ഷൻ സോങ്ങും ഞങ്ങൾ പഠിച്ച ക്രാഫ്റ്റും ഒക്കെ ഈശോ നിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ടും ആ ബാസ്ക്കറ്റ് ഒക്കെ മനോഹരമാക്കി ഉണ്ടാക്കി അനേകം ഫ്രണ്ട്സിന് കൊടുക്കുവാനൊക്കെ ഞങ്ങൾ അനുഗ്രഹിക്കണം. വീട്ടിലും സിബ്ലിങ്സിന് കൊടുക്കാനും കസിൻസിന് കൊടുക്കാനും ഫ്രണ്ട്സിന് കൊടുക്കാനും ഒക്കെ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് ഈശോ വഴിയാണ്, ദൈവം വഴിയാണ്, യേശുക്രിസ്തു വഴിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നൽകുന്നതെന്നുള്ള വിശ്വാസപൂർവ്വം ആ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് മുഴുവൻ ഈ വചനം നിറഞ്ഞു നിൽക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ മാതാവേ, ഇന്നത്തെ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാ മക്കളെയും ഓർത്ത് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഏവർക്കും വേണ്ടിയിട്ട് തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നാം ഓരോരുത്തരും യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവരും പരസ്പരം ഈശോമിശിഹായ്ക്ക് സ്തുതി പറഞ്ഞേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതി പറഞ്ഞോ? അപ്പം എല്ലാവർക്കും ഇഷ്ടമായോ ഇന്നത്തെ ക്ലാസ്? ഒരു തമ്പ് കാണിച്ചേ. ഓ യെസ്. അപ്പൊ നമുക്ക് അടുത്ത വെനസ്ഡേ കാണാം. മൺഡേയില് നമ്മുടെ കുഞ്ഞു പിള്ളേർക്കുള്ളതുണ്ട്. നിങ്ങളുടെ വീട്ടിലോ കസിൻസോ നെയ്ബേഴ്സോ ഒക്കെ ഉണ്ട്. ഒരു 11 വയസ്സിന് താഴോട്ടുള്ള 10 വയസ്സ് മുതൽ ഒരു 3 വയസ്സ് വരെയുള്ള ഈ വചനമൊക്കെ പഠിക്കാനും പാട്ട് കേൾക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുഞ്ഞു പിള്ളേർക്കുള്ള പ്രോഗ്രാം ഈ ബൈബിൾ നഴ്സറി മൺഡേയിലാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അവരെയും ഇതിന് പറഞ്ഞയക്കണം. വെനസ്ഡേയിൽ നമുക്ക് വീണ്ടും കാണും വരെ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നിങ്ങൾക്ക് വേണ്ടി ഇത് ഒരുക്കിയത് കെയറോസ് ബഡ്സ് ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും ബഡ്സ് വായിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് കെയറോസ് ബഡ്സിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങളായിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എങ്ങനെ അത് സബ്സ്ക്രൈബ് ചെയ്യാം, അതെങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വരുത്താം, അതൊക്കെ
ഇതിൻ്റെ അകത്ത് ഇപ്പം ഇരിക്കുന്ന സ്മിത ചേച്ചിയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങൾ പേയ്മെന്റ് നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ വരുത്താൻ പറ്റും. കെയർ ഓഫ് ബഡ്സിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ വിശുദ്ധരായി വളർത്താനായിട്ട്, വരയ്ക്കാനും പഠിക്കാനും അറിയാനും ഒക്കെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ആളുകളിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മാഗസിനായിട്ട് ബഡ്സ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. God bless you. Good night. Thank you.